അതായത് നമ്മൾ നാലുകെട്ട് എന്നുള്ള സങ്കല്പം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സമുദായക്കാർക്ക് നാലുകെട്ട് പണിയാണെന്നോ അങ്ങനെ ഒരു നിബന്ധന ശാസ്ത്രത്തിലില്ല. ആർക്കും നാലുകെട്ട് പണി ചെയ്യാം. നാലുകെട്ടിൻ്റെ സങ്കല്പം തന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ദിക്കിനനുസരിച്ച് സൂചിപ്പിച്ചപ്പോൾ എന്ന് പറയട്ടെ 8 ദിക്കുകളായി അല്ലെങ്കിൽ 8 ഗ്രൂപ്പുകാരായി സങ്കല്പിച്ചു കഴിഞ്ഞു. ഒരു പ്രദേശം നമ്മൾ ഗൃഹം ചെയ്യുന്ന സ്ഥലം സമചതുരമാക്കി എടുത്താൽ 8 ദിശകളിൽ നിന്നും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന തത്വമാണ് ഉള്ളത്. അപ്പോൾ എന്തു വരുന്നു? കിഴക്കുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കിഴക്കിനി എന്ന ഗൃഹമായി ഇവിടെ കണക്കാക്കാം. അപ്പോൾ കിഴക്ക് പണി ചെയ്യുന്ന ഗൃഹം, നമ്മുടെ പറമ്പിൻ്റെ കിഴക്ക് വശത്ത് പണി ചെയ്യുന്ന ഗൃഹം കിഴക്കിനിയായും ആ കിഴക്കിനിയുടെ മുഖം പടിഞ്ഞാട്ടായും കണക്കാക്കും. അതുപോലെ തന്നെയാണ് തെക്ക് കിഴക്കുള്ളതാണെങ്കിൽ അതിൻ്റെ മുഖം വടക്ക് പടിഞ്ഞാറോട്ടാവും. തെക്കുള്ള ഗൃഹമാണെങ്കിൽ വടക്കോട്ട് മുഖമാവും. പടിഞ്ഞാറുള്ളതാണെന്ന് വെച്ചാൽ കിഴക്കോട്ടാവും. വടക്കുള്ളതാണെന്ന് വെച്ചാൽ തെക്കോട്ടാവും. അപ്പോൾ എന്തു വരുന്നു? നാം ഇന്ന് പറയുന്ന പോലെയല്ല, നമ്മുടെ റോഡിലേക്കല്ല നമ്മുടെ ഗൃഹങ്ങളുടെ മുഖം കണക്കാക്കുന്നത് നമ്മുടെ പറമ്പിൻ്റെ, മറ്റവരുടെ പറമ്പല്ല, നമ്മുടെ പറമ്പിൻ്റെ മധ്യത്തിലേക്ക് ദർശനമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന തത്വമാണ് ഉള്ളത്. അപ്പോൾ നാലുകെട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റി, വടക്കിനി എന്ന 4 ഗൃഹങ്ങൾ മാത്രം, ദിശയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗൃഹങ്ങൾ മാത്രം പണി ചെയ്യുകയും കോണുകളിൽ വരുന്ന തെക്ക് കിഴക്ക് മുതലായ ഗൃഹങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് സമചതുരമാക്കി അങ്ങനെ ഗൃഹം പണി ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും മുഖം അല്ലെങ്കിൽ ദർശനം ആ മധ്യത്തിലേക്ക് വരുന്ന തരത്തിലാണ്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ആ പ്രദേശത്ത് നമ്മൾ വേണ്ട വിധം ആ മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന തത്വത്തിലാണ് നാം നമ്മുടെ ചൈതന്യം ഉള്ളിൽ ഒതുക്കി ചെയ്യുന്ന ഒരു തത്വമാണ് അവിടെ ഉള്ളത്. ആ നാലുകെട്ട് പണി ചെയ്യുമ്പോൾ അവിടെ ശാസ്ത്രത്തിൽ ചില പ്രാധാന്യം പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കിഴക്കിനി ബ്രാഹ്മണനായും തെക്കിനി ക്ഷത്രിയനായും വടക്കിനി വൈശ്യനായും പടിഞ്ഞാറ്റി ശൂദ്രനായിട്ടും കണക്കാക്കി സങ്കല്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരുന്നാലാണ് ഉദയസൂര്യനെ കാണാൻ പറ്റുക, വടക്കോട്ട് നോക്കിയിരുന്നാലാണ് അസ്തമനത്തിങ്കിൽ നക്ഷത്രത്തിനെ കാണാൻ പറ്റുക എന്നുള്ള ആ ഗുണസാമീപ്യം അല്ല ഗുണത്തിൻ്റെ പ്രാധാന്യം കണക്കാക്കി നാലുകെട്ടല്ലാത്ത ഒരു ഗൃഹം പണി ചെയ്യുമ്പോൾ തെക്കിനിയോ പടിഞ്ഞാറ്റിയോ, അതായത് തെക്ക് നിന്ന് വടക്കോട്ട് മുഖമായ തെക്കിനിയോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മുഖമായ പടിഞ്ഞാറ്റിയോ വേണം എന്നുള്ള ഒരു നിബന്ധന കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാലുകെട്ട് എന്നുള്ള സങ്കല്പം പണി ചെയ്യുമ്പോൾ ആർക്ക് പണി ചെയ്താലും അതിൻ്റേതായ കണക്കിലും സ്ഥാനത്തിലും വലുപ്പത്തിലും വേണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. ആർക്ക് വേണം ചെയ്യെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുന്ന നാലുകെട്ട് സ്ഥലം പോരാതെ വരുമ്പോൾ കൂടുതൽ നടുമിറ്റങ്ങൾ കൊടുത്ത് പണി ചെയ്യുന്നതാണ് 8 കെട്ടായാലും 12 കെട്ടായാലും 16 കെട്ടായാലും വരുന്നത്. കാരണം കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഓപ്പൺ വെളിച്ചം കിട്ടാവുന്ന സ്ഥലമില്ലെങ്കിൽ മറ്റ് വരുന്ന മുറികൾക്കുള്ള വെളിച്ചം തടയാനിട വരും. അപ്പോൾ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു പോംവഴിയാണ് എക്സ്റ്റൻഷൻ. കൂടുതൽ മുറികൾ വേണമെങ്കിൽ കൂടുതൽ നടുമിറ്റങ്ങളുണ്ടാക്കി കാറ്റും വെളിച്ചവും കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള തത്വം. കാരണം നാം ഗൃഹം വയ്ക്കുന്നത് പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും കൂട്ടത്തിൽ പ്രകൃതിയുടേതായ വെളിച്ചവും വായുവും കാറ്റും എല്ലാം കിട്ടുവാനുള്ള സംവിധാനം ആലോചിച്ചിട്ടാണ് വാസ്തുശാസ്ത്രം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് കാറ്റും വെളിച്ചം കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടണമെങ്കിൽ ഇടയ്ക്ക് കാറ്റും വെളിച്ചം കിട്ടാവുന്ന നടുമിറ്റങ്ങൾ ഉണ്ടാക്കുക മാത്രമേ തരമുള്ളൂ. അതുകൊണ്ടാണ് വലിയ ഗൃഹങ്ങൾക്ക് നടുമിറ്റം എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്താനുണ്ടായ കാരണം.